ആരെയും ഭയപ്പെടാതെ ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കും. നിയന്ത്രിക്കാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ അവരെന്തും ചെയ്യാനുള്ള മാനസിക പക്വത കൈവരിക്കും. സ്നേഹവും സമാധാനവും സന്തോഷവും ഇല്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികളിൽ പലരും പുറത്തുള്ള പലരുടെയും സമ്മർദ്ദങ്ങൾക്കും സ്വാധീനത്തിനും അടിമപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം അടിമപ്പെടലും സ്വാധീനതയും ഈ കുട്ടികളെ തെറ്റിലേക്ക് നയിക്കും. താൻ തെറ്റ് ചെയ്യുന്നു, ആ തെറ്റ് വീട്ടുകാർ കണ്ടുപിടിക്കുമെന്നും അങ്ങനെ കണ്ടുപിടിച്ചാൽ തനിക്ക് ശിക്ഷ കിട്ടുമെന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എനിക്ക് പ്രശ്നങ്ങൾ സംഭവിക്കും എന്നുള്ള തോന്നൽ ഈ കുട്ടിയിൽ അവിടെ കട്ടാവും. അവന് പുറത്തുള്ള ആൾക്കാരുടെ സ്വാധീനത്തിന് വഴങ്ങി ഒന്നും അറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ ലഹരിക്ക് അടിമയായിട്ട് ഈ കുട്ടി മാറുന്നു. പെൺകുട്ടികളെ അത്തരത്തിൽ മറ്റു രീതിയിൽ പലരും സ്വാധീനിക്കുന്നു. ഇതുപോലുള്ള ആളുകൾ സ്ഥിരമായി പറയുന്ന ഒരു കമന്റാണ്, തല്ലിയാൽ നന്നാവും. ഏത് കാലഘട്ടത്തിൽ ആരെ തല്ലിയാൽ നന്നാവും? തല്ലി നന്നാക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൽ അത് പറ്റില്ല. ഇപ്പോഴുള്ള വളരെ സ്വാതന്ത്ര്യ ബോധമുള്ള അന്തസ്സായിട്ട് ജീവിക്കുന്ന പേരൻസിൻ്റെ മക്കൾക്ക് കണ്ടവൻ്റെ അടിയൊന്നും താങ്ങാൻ പറ്റില്ല. പണ്ട് നമുക്ക് പറ്റുമായിരുന്നു, കാരണം നമ്മുടെ പേരൻസും അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. അവർ പല ആളുകളുടെയും വായിൽ നിന്നും ഒക്കെ കേട്ട് പലയിടത്തും അടിമ പണിയെടുത്തിട്ടാണ് നമ്മളെ പോറ്റിയത്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാര്യങ്ങളെ ചോദ്യം ചെയ്തിരുന്നില്ല. അതേപോലെ തന്നെ അഖിൽമാരാർക്ക് പറയുന്ന കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് ചിന്തിച്ച് നോക്കുകയെ. ഇപ്പോൾ സ്കൂളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആരാണ് പ്രശ്നമായിട്ട് വരുന്നത്? പേരൻസ് ആണ് പ്രശ്നമായിട്ട് വരുന്നത്. വല്ലവരുടെ മക്കളെ അടിച്ച് നന്നാക്കണം ടീച്ചർമാരെ എന്ന് ആഹ്വാനം നടത്തുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മക്കളെ അടിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ അടിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് യോജിക്കാൻ പറ്റും? തോന്നല. ഇപ്പം ഈ സാറുമാർ ജയിലിൽ പോകുന്നതും കേസിൽ പെടുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? കരക്കാർ കൊണ്ടേ പരാതി കൊടുത്തിട്ടല്ല, പേരൻസ് കൊണ്ടേ പരാതി കൊടുത്തിട്ടാണ്. വേറെ ആൾ തൻ്റെ മക്കളെ തല്ലുന്നത് ഈ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിലെ ജനറേഷനിലെ ആളുകൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ അവരുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ? തല്ലി കഴിഞ്ഞാൽ സാറിനെതിരായിട്ട് അവർ നിൽക്കും, ടീച്ചറിനെതിരായിട്ട് അവർ നിൽക്കും.